വിശുദ്ധമായ ഖുർആനിന്റെ മാസമായ ഈ റമദാനിൽ സ്വർഗം ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ഇനി മാറാൻ ആഗ്രഹമില്ലെങ്കിൽ ഇനി ഏത് മാസത്തിലാണ് നമുക്കത് മാറാൻ കഴിയുക? ഇതുമായിട്ട് നല്ല ബന്ധം ഇപ്പൊ നമുക്ക് സാധ്യമായില്ലെങ്കിൽ ഇനി എന്നാണ് നമുക്കൊരു മാറ്റമുണ്ടാവാൻ സാധിക്കുക എന്ന് ആലോചിക്കണം. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന ഖുർആനോദിയിരുന്ന പഠിച്ചിരുന്ന പല ആളുകളും മാറടി മണ്ണിൽ നിന്ന് ഖബറിലാണ്, ബർസഖിന്റെ വിശാലമായ ലോകത്താണ്. എത്ര കാലം ആ ഖബറിൽ കിടക്കേണ്ടി വരുമെന്നറിയില്ല. പക്ഷെ ഒന്ന് നമുക്ക് പറയാം, അയാൾ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിച്ച ഒരാളാണെങ്കിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി എന്റെ ഇമാമ ഖുർആനാണെന്ന് പറയാൻ കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ കാഴ്ചകൾ ആ ഖബറിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മഹല്ല് ഖബറിസ്ഥാനിൽ കിടക്കുന്ന ഖുർആനിനെ സ്നേഹിച്ച് പകർത്തി ജീവിച്ച ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. ഖബറിനകത്തൊരു പ്രകാശം അല്ലാഹ് ഇട്ടുകൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവ പെയ്തുകൊണ്ട് അവർക്ക് കഫൻ പുടവയായി പൊതിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അവരോട് വന്ന് മലക്കുകൾ പറയുന്നുണ്ട്, അബ്ശിറൂ ബിൽ ജന്ന, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ സന്തോഷിച്ചോളൂ. ഇതൊക്കെ ഈ സ്ഥാനം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഖുർആനിനെ ഒന്ന് പരിഗണിക്കണം. ഏത് ഖുർആനാണ്? അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല സംസാരമായ ഖുർആൻ. മാ ഹുവ ശിഫാഉൻ, എല്ലാത്തിനുമുള്ള ദിവ്യ ഔഷധമായ ഖുർആൻ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമായ ഖുർആൻ. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ. മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നൽകിയ ഉപദേശ നിർദ്ദേശങ്ങളുള്ള ഖുർആൻ. ഹുദൻ, ജനങ്ങൾക്ക് സന്മാർഗമാണ്. ബയ്യിനാത്ത്, വ്യക്തമായ വിശദീകരണമാണ്. ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചു പഠിപ്പിച്ച ഗ്രന്ഥമാണ്. ശരി, ഇത്രയേറെ മഹത്തരമായ ഈ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കെ അസ്വസ്ഥതകൾക്ക് പരിഹാരം തേടുന്ന നമ്മൾ എപ്പോഴും ഏറ്റവും വലിയ പരിഹാരത്തെ അവഗണിക്കുകയാണ്. ഒരു കൗൺസിലിങ്ങിന് പോകാൻ നമുക്ക് താല്പര്യമുണ്ട്. ഒരു രോഗത്തിന് പ്രതിവിധിയായി ഡോക്ടർക്ക് പോകാൻ നമുക്ക് താല്പര്യമുണ്ട്. നമുക്ക് നേറുന്ന മാനസിക വിഷമങ്ങൾ പരിഹരിക്കാവുന്ന പലതരം കേന്ദ്രങ്ങളുടെ അടുത്ത് പോകാൻ താല്പര്യമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പരിഹാരമായ ഖുർആനിലേക്ക് പോകാൻ നമ്മൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? എല്ലാത്തിനുള്ള ശിഫയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെ അടുത്തറിഞ്ഞ ആളുകൾക്ക് ലോകത്തും പരലോകത്തും ഒരുപാട് സ്ഥാനങ്ങളും മഹത്വങ്ങളും ഉണ്ടെന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മൾ ഖുർആനുമായി അങ്ങ് ജീവിച്ചു തുടങ്ങണം. ഓതി തുടങ്ങലല്ല, ഖുർആനുമായി നമ്മൾ അങ്ങ് ജീവിച്ചു തുടങ്ങണം. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ഒന്നാമത്തേത്, നന്നായി അത് ഓതാൻ ശ്രമിക്കൽ തന്നെയാണ്. ഓത്തൊരു പ്രധാന കാര്യം തന്നെയാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് വലിയ നഷ്ടമില്ലാത്ത കച്ചവടമായി രേഖപ്പെടുത്തത് അള്ളാഹന്റെ കിതാബ് പാരായണം ചെയ്യലാണ്. രണ്ടാമത്തെ നോമ്പിലെത്തി നമ്മള് ഇതുവരെ തുറന്നു നോക്കാത്ത മനുഷ്യന്മാരുണ്ടോ? തൊട്ടു നോക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിലാ പറയുന്നത് നീ പരാജിതനാണ്, നിനക്കെന്തോ വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, നീ കാര്യമായ മർമ്മപ്രധാനമായ ദീനിന്റെ ഘടകത്തിലേക്ക് റമദാനിലേക്ക് നീ വന്നിട്ടില്ല. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യാൻ വലിയ നട്ടം അതിനെ കുറിച്ച് രേഖപ്പെടുത്തി. രണ്ടാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ബാധ്യത, ഖുർആന്റെ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, വെള്ളത്തെ കുറിച്ച്, സൂര്യചന്ദ്രനെ കുറിച്ച്, ഒരുപാട് നന്മകളെ തിന്മകളെ വേറിട്ട് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മുടെ ഹൃദയത്തിന് അലിവുണ്ടാവൂ, അപ്പോഴേ ആയത്ത് കേൾക്കുമ്പോ കരയാൻ തോന്നൂ, അപ്പോഴേ നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ഉള്ളിലെ സാരാംശങ്ങളെ നെഞ്ചിലേറ്റാൻ കഴിയൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കിതാബുൻ, ഇതൊരു വേദഗ്രന്ഥമാണ്. അൻസൽനാഹു ഇലൈക്, നബിയേ നിങ്ങൾക്ക് നാം ഇത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മുബാറകുൻ, ഇത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. എന്തിനാ? ലിയദ്ദബ്ബറൂ ആയാതി, അതിലുള്ള ആയാത്തുകൾ, അതിലുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നന്നായി ഉറ്റാലോചിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ പുറത്ത് തലോടാനുള്ളതല്ല, അതിനകത്ത് കടന്ന് ചിന്തിച്ച് എന്തിനാണ് അല്ലാഹ് ഇങ്ങനെ പറഞ്ഞത്? എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ എന്ത് പാഠമാണ് പഠിക്കേണ്ടത്? ചിന്തിക്കാനും തദബ്ബുർ നടത്താനും ആലോചിക്കാനും അവൻ തയ്യാറാവണം. 3, ഖുർആൻ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. ഞാൻ ഖുർആന്റെ ആളാന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഖുർആൻ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് ചെയ്യണം.
അരുതേ പാടില്ല എന്നൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പാടില്ല എന്ന് തന്നെയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും. വിശദീകരിക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ പകർത്തണം ഖുർആൻ. ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 66 മുതലുള്ള ആയത്ത് പറയാ, ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹ് നൽകിയ ഉപദേശങ്ങൾ പാലിച്ചാൽ കിട്ടുന്ന 3 പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. ഖുർആനിലെ ആയത്ത്, ആ കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്കുണ്ടാകുന്ന 3 നേട്ടങ്ങളെ പറ്റി പറഞ്ഞു. വലോ അന്നഹും ഫഅലൂ മാ യുഅദൂന ബി, അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ അവർ ചെയ്താൽ ലക്കാന ഖൈറൻ ലഹും, അതവർക്ക് ഉത്തമമാണ്. വഅശദ്ദ തസ്ബീതാ, ഏറ്റവും ശക്തമായ സ്ഥൈര്യം നൽകുന്ന കാര്യമാണ്. ഖുർആനിന്റെ ഉപദേശങ്ങൾ പാലിക്കുന്നത് സ്ഥൈര്യം നൽകുന്ന, ഉറപ്പ് നൽകുന്ന കാര്യമാണ്. വമ്പിച്ച പ്രതിഫലമായിരിക്കും അത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. ഒരുപാട് പിഴച്ച ജീവിത മാർഗങ്ങൾ ലോകത്ത് നടക്കുമ്പോ അവർ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് നാം അവരെ നയിക്കുന്നതാണ്. ഈ 3 നേട്ടം കിട്ടാൻ എന്താ പണി? ഖുർആൻ നമ്മളോട് പറയുന്നത് അങ്ങ് പ്രവർത്തിക്കലാണ്. അത് പ്രവർത്തിക്കലാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആനിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന എത്രയോ ആളുകൾ, ഞങ്ങളൊക്കെ ഖുർആനിന്റെ ആളുകളാണെന്ന് നമുക്കൊക്കെ പറയാം. പക്ഷേ ഇന്ന് പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരാണ് നമ്മൾ, സോഷ്യൽ മീഡിയ വായിക്കുന്നവരാണ് നമ്മൾ. ലഹരി മാഫിയയുടെ പേരെടുത്ത് വായിച്ചു നോക്ക്, ലൈംഗിക പീഡനങ്ങളുടെ പേര് വായിച്ചു നോക്ക്, കൊലകളും ചതികളും വഞ്ചനയും പലിശയും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടത്തുന്നവരുടെ പലരുടെയും പേരുകൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ പേരാണ്. കള്ളുകുടിയന്മാരുടെ പേരെടുത്ത് വായിച്ചു നോക്ക്, അള്ളാഹുവിന്റെ പേര് വരെ ചേർത്ത് വെച്ച അബ്ദുറഹ്മാനുമാരും വരെ മദ്യപാനികളിൽ നമ്മൾ കാണുകയാണ്. ആ പേരിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. സ്വഹാബത്തിന്റെ പ്രവാചകന്മാരുടെ അത്യുന്നതങ്ങളായ നാമങ്ങളുള്ള എത്രയോ കുറ്റവാളികളുടെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണേ. ഈ വിശുദ്ധ ഖുർആനിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുകയും എന്നിട്ട് അതൊന്നും ജീവിതത്തിൽ ഇല്ലാതെയാവുകയും ചെയ്യുന്നു. അയൽവാസികളെ ദ്രോഹിക്കുന്നു, ഉപദ്രവിക്കുന്നു, മർദ്ദിക്കുന്നു, എന്നിട്ട് പറയുന്നു ഞങ്ങളൊക്കെ ഖുർആനിന്റെ ആളാന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് തിരിച്ചറിയണം, അവരാരും യഥാർത്ഥത്തിൽ ഖുർആനിനെ വിശ്വസിച്ച് പ്രവർത്തിച്ചിട്ടില്ലാത്തവരാണ്. ഖുർആന്റെ കുഴപ്പമില്ല, അതിലുള്ളത് പ്രവർത്തിക്കാത്തതിന്റെ ദോഷാണ് കണ്ടത്. എന്തേ ഖുർആൻ പറഞ്ഞത്? അല്ലദീന ആതൈനാഹുൽ കിതാബ്, അല്ലാഹു പറയാണ് അവർക്കൊരു വേദഗ്രന്ഥം നാം കൊടുത്തിരിക്കുന്നു. യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, അതിനെ യഥാർത്ഥ രൂപത്തിൽ അവർ പാരായണം ചെയ്യുന്നവരാകണം. ഉലൈക യുഅ്മിനൂന ബിഹി, ആ ഗ്രന്ഥത്തിൽ യഥാർത്ഥ വിശ്വാസത്തോടെ അവർ നിലകൊള്ളുന്നവരാകണം. ഖുർആനിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരണം, അതിലുള്ളത് പ്രവർത്തിക്കാൻ സാധിക്കണം. പ്രമുഖ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ കാണാൻ സാധിക്കും. ഖുർആനിനെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിന്ന് നയിച്ച് പഠിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആ ദൗത്യം ഏറ്റെടുത്ത സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹാബി പറയാ, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹയാണേ സത്യം. ഇന്ന ഹഖ്ക തിലാവതിഹി, യഥാർത്ഥ പാരായണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതാണ്? നല്ല ഈണമല്ല, നല്ല രാഗമല്ല, നല്ല ശബ്ദമല്ല. അയ്യുഹില്ല ഹലാല, ഖുർആൻ ഹലാലാക്കിയതിനെ ഹലാലായി കാണലാണ്. വയുഹർരിമ ഹറാമ, ഖുർആൻ ഹറാമാക്കിയതിനെ ഹറാമായി കാണലാണ് ഏറ്റവും വലിയ നല്ല പാരായണം. അവിടേക്ക് വരണം ഈ സമൂഹം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ചില ആളുകളുണ്ട് നാട്ടിൽ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാ, ചില ആളുകളുണ്ട് അവരിങ്ങനെ പറയും, ഖറഅത്തുൽ ഖുർആന കുല്ല, ഞാൻ ഖുർആൻ മുഴുവൻ ഓതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഫുൾ എഴുതിയിട്ടുണ്ട്, ഞാൻ ഖുർആൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഖുർആൻ മുഴുവൻ ഓതിയിട്ടുണ്ടെന്ന് ചില ആളുകൾ പറയും. മാ യുറാ ലഹുൽ ഖുർആനു ഫീ ഖുലുഖിൻ വലാ അമലിൻ, പക്ഷേ അവന്റെ ജീവിതത്തിൽ, അവന്റെ പ്രവർത്തനത്തിൽ, അവന്റെ സംസാരത്തിൽ, അവന്റെ സ്വഭാവത്തിൽ ഖുർആനിന്റെ ഒരു അടയാളവും കാണാറില്ല. ഇങ്ങനത്തെ ഖുർആനോത്തുകാരായി നിങ്ങൾ മാറരുത്. ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. വെറും ഒരു ഓത്തുകാരായി മാറരുത്. സഹോദരങ്ങളെ, ചിന്തിക്കാനും ഓർമ്മപ്പെടുത്താനും വേണ്ടി ഒരൊറ്റ കാര്യം മാത്രം പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ എന്ന് പറയുന്ന ഒരധ്യായമുണ്ട്. 114 അധ്യായം ഉണ്ടല്ലോ നമുക്ക് പഠിക്കാൻ, ദൂരെ ഒന്നും പോകണ്ട. ഒരധ്യായമുണ്ട് സൂറത്തുൽ ഇസ്രാ. ആ സൂറത്തിൽ മാത്രം പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ സൂറത്തിൽ പാടില്ല എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ എണ്ണി പറഞ്ഞു.
ഞാൻ ഒറ്റ സൂറത്ത് മാത്രം പരിചയപ്പെടുത്തിയാൽ മതിയല്ലോ. പാടില്ല എന്ന് പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന് കൂടെ മറ്റൊരു ഇലാഹിനെ ഉണ്ടാക്കരുത്. ആരാധന മുഴുവൻ അല്ലാഹുവിനോട്, പ്രാർത്ഥന മുഴുവൻ അല്ലാഹുവിനോട്. ശിഫ നൽകുന്നത് അള്ളയാണ്, ലോകം നിയന്ത്രിക്കുന്നത് അള്ളയാണ്, പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നത് അള്ളയാണ്. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹില്ല എന്ന്, അത് ഉണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആനാ പറഞ്ഞത്. ഒരു മഹാനെയും ഒരു പ്രവാചകനെയും ഒരു വലിയനെയും നമുക്ക് ആരാധിക്കാൻ വകുപ്പില്ല. സൂറത്തുൽ ഇസ്രാഇന്റെ ഒരു കൽപ്പന. മറ്റൊരു കൽപ്പന ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ലപോലെ പെരുമാറണം. അവരോട് ചെയ്യുന്ന വെറുപ്പിന്റെ സംസാരം പോലും നിങ്ങളുടെ വാക്കിലുണ്ടാകരുത്. വലാ തൻഹർഹുമാ. അവരെ രണ്ടുപേരെയും മാട്ടിയോടിക്കരുത്, വിരട്ടരുത്, ഭയപ്പെടുത്തരുത്. ഏതെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഖുർആന്റെ ആളാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിയവനാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആ മാതാപിതാക്കളോടുള്ള നല്ല സംസാരങ്ങൾ, അവരോടുള്ള പെരുമാറ്റങ്ങൾ. അവരോട് കയറുന്നവൻ എത്ര നമസ്കരിച്ചാലും എത്ര ഇബാദത്തെടുത്താലും അവൻ നന്നായിട്ടില്ല. അവരോടുള്ള പെരുമാറ്റം വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മറ്റൊരു കൽപ്പന വലാ തുബദ്ദിർ തബ്ദീറാ. നിങ്ങൾ സമ്പത്ത്, നിങ്ങൾ ആരോഗ്യം, മറ്റെന്ത് മേഖലയും ദുർവിനിയോഗം നടത്തരുത്. ഖുർആൻ പറഞ്ഞ കാര്യമാണ്, ഇത് നമ്മൾ ചെയ്യാം. ഈ കൽപ്പനകൾ നമ്മൾ പാലിക്കണം. അതിനു വേണ്ടിയാണ് ഇസ്ലാം ചില കാര്യങ്ങൾ പാടില്ല, ചില കാര്യങ്ങൾ പറ്റുമെന്ന് പറഞ്ഞത്. അത് അതുപോലെ പാലിക്കാൻ. ഇത് അരുതേ എന്നാ പറഞ്ഞത്. വലാ തുബദ്ദിർ തബ്ദീറാ. ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ പടച്ചറപ്പ് തന്ന ഒരു നിഅമത്തും ദുർവിനിയോഗം നടത്തരുത്. കൽപ്പനയാണ്. അടുത്തത് വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ. നിനക്ക് പണമുണ്ടാകാം, പക്ഷേ ആ പണം കൊണ്ട് നീ ഒരിക്കലും നിന്റെ കൈകൾ പിരടിയിലേക്ക് വെക്കരുത്, പിശുക്കനാവരുത്. വലാ തബ്സുത്ഹാ എന്നാൽ ധാരാളിത്തം കാണിക്കുന്നവനുമാകരുത്. എല്ലാത്തിനും പണം കൊടുക്കുക, വേറൊരുത്തൻ ഒന്നിനും കൊടുക്കാതിരിക്കുക. നീ ഒരു മധ്യ നിലപാടില്ല അവസ്ഥയിലേക്ക് എത്തണം. പണം കൊണ്ട് പിശുക്കനാവരുത്, പണം കൊണ്ട് ധാരാളിയായി മാറരുത്. ഖുർആന്റെ കൽപ്പന വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. നിങ്ങൾ ദാരിദ്ര്യം പറന്നുകൊണ്ട് പിഞ്ചു മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. മക്കളെ തോട്ടിലെറിയുന്ന, മക്കളെ സെപ്റ്റിക് ടാങ്കിൽ എറിയുന്ന, മക്കളെ ആശുപത്രികളിലും മറ്റിടങ്ങളിലും തള്ളിവിടുന്ന, ഒഴിവാക്കുന്ന ചോര പൈതലുകളുടെ വാർത്ത ഇന്ന് വാർത്ത തന്നെയാണ്. പേടിക്കണം പ്രിയപ്പെട്ടവരെ. അവിഹിത ഗർഭങ്ങൾ പരക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺമക്കൾ ഇന്ന് ഗർഭിണികളാവുകയാണ്. എല്ലാവരും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് വായിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളെ സന്താനങ്ങളെ കൊല്ലരുത്. ഖുർആനിന്റെ 14 നൂറ്റാണ്ട് മുമ്പുള്ള ഉപദേശമാണ്. തിരുത്തേണ്ട ആവശ്യമില്ല. ഇന്നും ലോകത്ത് ഉയർന്നു നിൽക്കുകയാണ്. മറ്റൊരു കൽപ്പന കാണാം, വലാ തഖറബുസ്സിനാ. നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്. ഖുർആനിലെ ആയത്താണ്. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, സമീപിക്കരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. വളരെ മോശമാണത്, വളരെ നീചമായ പ്രവൃത്തിയാണ്. കൗമാര ചാബല്യങ്ങളാൽ കമിതാക്കളും മറ്റുമായി ഇന്ന് അങ്ങാടികളിൽ വിലസുന്ന കാഴ്ചകളാണ്. വിനോദ കേന്ദ്രങ്ങളിലും പാർക്കുകളിലും ഒക്കെ പരസ്യമായ കാമലേലി വികാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങാടികളിലും കടകളിലും കൂൾബാറുകളിലും ഒക്കെ ഇന്ന് വ്യഭിചാരത്തിന്റെ പലതരം ഖനികൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും ഒക്കെ ശ്രദ്ധിച്ചോ. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്, ഹൃദയം കൊണ്ട് വ്യഭിചാരമുണ്ട്, കാലുകൊണ്ട് വ്യഭിചാരമുണ്ട്. അതിനുവേണ്ടി സമീപിക്കുന്നതടക്കമുള്ളത്. മൊബൈൽ ഫോണിന്റെ പുതിയ യുഗം തുറന്നു കിട്ടിയ കാലഘട്ടത്തിലാണ് കാണാൻ പാടില്ലാത്തത് മുഴുവൻ തുറന്നു കിട്ടുന്ന. വിരൽ വെച്ചമർത്തിയാൽ കാണാവുന്ന ഒട്ടനേകം സംഭവങ്ങൾ, വ്യഭിചാരത്തിന്റെ പലതും ഇന്ന് നടക്കുകയാണ്. അവിഹിതങ്ങൾ പരക്കുകയാണ്. ഭർത്താവിനെ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വ്യാപിക്കുകയാണ്. വിവാഹിതരിലും അവിവാഹിതരിലും ഇത്തരത്തിലുള്ള ചിന്താഗതികൾക്ക് ഇന്ന് വലിയ പ്രാധാന്യം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഖുർആനാ പറയുന്നത്, വേണ്ട കേട്ടോ. വലാ തഖറബുസ്സിനാ. നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്. എന്നിട്ടും ഒരു മനുഷ്യനിലൊക്കെ പോയി പെടുകയാണെങ്കിലും അതിന്റെ ദുരന്തങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്ത ദുരന്തങ്ങളായിരിക്കും. ഖുർആൻ പറഞ്ഞ മറ്റൊന്ന്, വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ. യതീമിന്റെ സമ്പത്തിനോട് മാന്യമായ രൂപത്തിലല്ലാതെ നിങ്ങൾ സമീപിക്കരുത്. യതീമുകളെ ഉപദ്രവിക്കുന്ന, ദ്രോഹിക്കുന്ന ഒരവസ്ഥയും വരരുത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിവില്ലാത്ത കാര്യത്തിൽ നീ നിലക്കൊണ്ടു പോകരുത്. കാണയിൽ മുഴുവൻ എടുത്തു ചാടണ്ട.
കേൾക്കുന്നത് മുഴുവൻ നീ ഷെയർ ചെയ്യേണ്ട, എല്ലാതും ശരിയാണെന്ന് ധരിക്കണ്ട. അറിവില്ലാത്ത കാര്യത്തോട് നീ നിലപാടെടുക്കരുത്, അതിന്റെ കൂടെ നിൽക്കരുത്. അറിയണം, പഠിക്കണം, ചിന്തിക്കണം. വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ അഹന്തയോടെ അഹംഭാവത്തോടെ നീ നടക്കരുത്. ഒരൊറ്റ സൂറത്ത് നിന്ന് വായിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെക്കാനുണ്ടെങ്കിൽ 114 സൂറത്ത് വായിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദിശ തെളിയിക്കുന്ന, നമ്മുടെ മനസ്സിനെ കുത്തിനോവിക്കുന്ന, നാം ചെയ്യുന്ന പല അരുതായ്മകളെയും പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിർത്താൻ കൂടെയുള്ളതാണ് റമദാൻ എന്ന് ചിന്തിക്കുക. യഥാർത്ഥ ഖുർആനിന്റെ ആളുകളായി, അഹ്ലുകാരായി മാറാൻ നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശഫാഅത്ത് നടത്താൻ ഖുർആൻ വന്നുകൊണ്ട് പറയുന്ന രംഗമുണ്ട്. റബ്ബേ, ഞാൻ കാരണം എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചവനാണിവൻ, എന്റെ ശഫാഅത്തൊന്ന് സ്വീകരിക്കണേ എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി പറയണമെങ്കിൽ നമ്മൾ അതുമായി ബന്ധമുണ്ട്, നമ്മൾ അതിനോട് അവകാശികളായിരിക്കണം, അർഹതയുണ്ടായിരിക്കണം, അത് ജീവിതം കൊണ്ട് തെളിയിക്കണം. അല്ലാഹു ഈ ഒരു റമദാൻ അത്തരത്തിൽ വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അഹ്ലുകാരാകാൻ, ശരിയായ ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തഖ്വ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.